നിങ്ങൾക്ക് വണ്ടി പഠിക്കണം എന്ന താല്പര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്ങാണ്ട് വീഡിയോ കാണാമെന്ന് വെച്ചത് അല്ലേ? ഓക്കെ, നമുക്ക് വണ്ടി പഠിക്കാനുള്ള ക്ലാസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പഠിക്കുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ള അറിയോ? വണ്ടിനെ പറ്റിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ വണ്ടിനെ പറ്റിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓർമ്മയിലിരിക്കും. നമുക്ക് നമ്മളെ കൈകൾ, നമ്മളെ കാലുകൾ, നമ്മളെ മൈൻഡ് എല്ലാം സ്പീഡിൽ വർക്ക് ചെയ്യും. അതിന് നമ്മൾ സെറ്റിംഗ്സ്, നമ്മൾ കാറിന്റെ അകത്തുള്ള സെറ്റിംഗ്സ് അറിയണം, അതുപോലെ തന്നെ വലിപ്പം അറിയണം, കാറിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും എന്താണ്, അത് എപ്പോൾ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. അതിനെക്കാട്ടി മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലേണേഴ്സ് പാസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വണ്ടി കുറെ പഠിച്ചു കഴിഞ്ഞ് ടച്ചും കാര്യങ്ങളൊക്കെ വിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കുക എന്നുള്ളതല്ല, നമ്മൾ നല്ല വൃത്തിയിൽ നമുക്ക് വാഹനം ഓടിച്ച് പോകാന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ട് പോകരുത്. കാരണം ഒന്നും മനസ്സിലാവില്ല. കാരണം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, പെട്ടെന്ന് വണ്ടി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുള്ളൂ. ഇതിന്റെ പാർട്ട് 1 ആണ്, ആദ്യത്തെ ക്ലാസ് ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി പഠിക്കുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ വണ്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, എന്താണ് വണ്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കേണ്ടത്? അതായത് 5x5 ആണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ 5x5? ഈ 5x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിയറിംഗ് നമ്പർ 1 ആണ്, പിന്നെ സെക്കൻഡ് ബ്രേക്കാണ്, തേർഡ് ആക്സിലേറ്റർ ആണ്, 4 ക്ലച്ച് ആണ്, 5 ഗിയർ ആണ്. അതാണ് 5. ഇനി 5x5 വേണ്ടേ? അപ്പൊ ഈ 5 എന്ന് പറയുന്നത് പിന്നെ സപ്പോർട്ടാണ്. അതായത് നമ്മളെ സെൻട്രൽ മിറർ, നമ്മളെ റൈറ്റ് സൈഡിലുള്ള മിറർ, നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള മിറർ 3 ആയി. പിന്നെ നമ്മളെ റൈറ്റ് സൈഡിലുള്ള സ്റ്റിയറിംഗിന്റെ അവിടെയുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ്, പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ലിവർ, അതായത് നമ്മളെ വൈപ്പറിന് ഫ്രണ്ട് ഓർ ബാക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളെ മെയിൻ ആയിട്ടുള്ള 5 കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ എന്താണ് സ്റ്റിയറിംഗ് അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ വണ്ടി, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വണ്ടി സ്റ്റിയറിംഗ് പിടിക്കുക. അധികം ആൾക്കാരും തൊട്ടടുത്തുള്ള സീറ്റൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കട്ടെ, ഒന്ന് ഇതാക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര താല്പര്യം. നമ്മൾ ചില സമയത്ത് ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ നോക്കി കാണാം, ആ സ്റ്റിയറിംഗ് അല്ലെ, ഡ്രൈവർ ഇങ്ങനെ തിരിക്കുന്നൊക്കെ അല്ലെ. അപ്പോൾ അതിന്റെ എന്താണ് ടെക്നിക്കൽ, എങ്ങനെയാണ് നമുക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റാന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് സ്റ്റിയറിംഗ് എല്ലാവർക്കും ഒരേ സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗ് പിടിക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് വളരെ സ്മൂത്ത് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റിയറിംഗ് പിടിക്കാൻ. നമ്മൾ ബലത്തിൽ പിടിച്ചാൽ 100% നമുക്ക് വണ്ടി ശരിക്കും ഓടിക്കാൻ പറ്റില്ല. ഈ സ്റ്റിയറിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റിയറിംഗ് കൊണ്ട് എന്താണ് നമുക്ക് ഗുണം, എന്താണ് സ്റ്റിയറിംഗിന്റെ ജോലി എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. സ്റ്റിയറിംഗിന്റെ ജോലി, നമ്മൾ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വലത്തേ ഭാഗത്തേക്ക് പോകാനും ഇടത്തേ ഭാഗത്തേക്ക് പോകാനും വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന സാധനമാണ് സ്റ്റിയറിംഗ്. അത് നമ്മളെ കൺട്രോളിലായിരിക്കണം എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബലത്തിൽ നമ്മൾ പിടിക്കരുത്. നമ്മൾ പിടിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് പിടിക്കണം. അതാണ് സ്റ്റിയറിംഗ്. പിന്നെ ഈ സ്റ്റിയറിംഗ് പിടിക്കുന്നതിനുള്ള ഒരു രീതി ഉണ്ട്. എന്താ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർ പല രീതിയിൽ പിടിക്കും. പക്ഷെ മെയിനായിട്ട് നമ്മൾ നന്നായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് നല്ല കംഫർട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 രീതിയിൽ വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാണ് 9-3 ക്ലോക്ക് ലെവലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് 9-3 അതിൽ വേണം പിടിക്കാൻ. അതായത് സെൻറ്റർ, 2 കൈയും സെൻറ്ററിൽ വെക്കുക. പിന്നെ അടുത്തത് വരുന്നത് 2-8 വെച്ചിട്ട് വേണം അടുത്തത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വരുന്നത് 10-2 വെച്ചിട്ടാണ് മുകളിൽ ഈ 2 കൈയും വെച്ചിട്ട്. ഒരു കാരണവശാലും നിങ്ങൾ സെൻറ്റർ പോയിന്റിൽ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചില ആൾക്കാർ പറയാം എനിക്ക് ഇനി ഏത് രീതിയിലും പിടിക്കാന്നുള്ളത്. പക്ഷേ ഈ ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം, അതിനെക്കൊണ്ടുള്ള ഗുണം, അതിനെക്കൊണ്ടുള്ള ദോഷം എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ സെൻറ്ററിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാന്ന് വെക്കുക. അതായത് ലോക്ക് ചെയ്തിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൻ്റെ അകത്താണ് ഓറിന് വരുന്നത്. ഈ ഓറിൻ്റെ അകത്താണ് എന്ത് വരുന്നത്, എയർ ബാഗ് വരുന്നത്. എന്തെങ്കിലും ഒരു അപകടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ബാഗ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യും. അതും ചെറിയ സ്പീഡിലല്ല വരിക, ഭയങ്കര സ്പീഡിലാണ് വരിക. ആ വരുന്ന സമയത്ത് നമ്മൾ 2 കൈയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ തലൻ്റെ മുകളിലേക്ക് വിരലുകൾ കണ്ണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അപകടം ചെറുതായിട്ട് നടന്നിട്ട് എയർ ബാഗ് ഓപ്പൺ ചെയ്തതായിരിക്കും. പക്ഷെ നമുക്ക് അത് കൂടാതെ തന്നെ വലിയ അപകടം നമ്മളെ ചിലപ്പോൾ നമ്മളെ കണ്ണിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് താഴത്ത് ഈ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് താഴത്തേക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഹൈറ്റിന് അനുസരിച്ചാണ് നമ്മൾ ശരിക്കും നിൽക്കേണ്ടത്. ഈ മുൻഭാഗത്ത്, അതായത് ഈ മുകളിൽ ഈ ഭാഗത്തുള്ള സ്റ്റിയറിംഗിന്റെ അകത്തുകൂടെ നമുക്ക് ഇതിന്റെ മോണിറ്ററിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഈ സ്റ്റിയറിംഗിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇൻഡിക്കേറ്റർ ലിവർ വരുന്നത്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എന്താണ്? ഈ ഇൻഡിക്കേറ്റർ അതായത് നമ്മളെ വാഹനം എങ്ങോട്ട് തിരിയണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, അത് പുറകിലുള്ള വാഹനത്തിന് അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം, അവരെ അറിയിക്കണം. അപകടം കൂടാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ഇൻഡിക്കേറ്റർ. നമ്മൾ റൈറ്റിലേക്ക് ഇടാന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ലിവർ നമ്മൾ താഴ്ത്തി
കൊടുക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഇൻഡിക്കേറ്റർ എല്ലോ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുറകിൽ വരുന്ന വാഹനത്തിനും മുന്നിൽ വരുന്ന വാഹനത്തിനും എന്താവും മനസ്സിലാക്കാൻ പറ്റും പിന്നെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ കെയർ ചെയ്തിട്ട് അവർ എവിടെയൊക്കെ പോകേണ്ടത് വെച്ചാൽ അവർ പോകും. ഓക്കെ, ഈ ലിവർ, അതായത് ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ലിവറിൽ വേറെ ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അതായത് രാത്രി കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഡിമ്മാക്കുക, പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ലൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ അടുത്തുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ലോങ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ലോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള നേരത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കാണാൻ വേണ്ടി പറ്റും. അതാണ് ഈ ലിവറിനോടുള്ള ഉപകാരം. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ലിവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ വൈപ്പർ 3 രീതിയിലാണ് വർക്ക് ചെയ്യുക. ഒന്ന് സിംഗിൾ ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യും, എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ട് പിന്നെ അടുത്തത് വർക്ക് ചെയ്യും. അത് പല രീതിയിലാണ് ലിവർ ചിലത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതുണ്ട്, എല്ലാത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡിനനുസരിച്ചാണ് അത് പോവുക. അപ്പോൾ ഫസ്റ്റത്തേത് 3 രീതിയിലാണ്. അതായത് ഫസ്റ്റത്തേത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഗിയർ ഒന്ന് താഴത്തേക്ക് ഒന്നിട്ട് കഴിഞ്ഞാൽ അത് ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ അടിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു 2, 3, 4 സെക്കൻഡ് നിന്നതിന് ശേഷം വീണ്ടും അടിയാം. അതാണ് അതിന്റെ ഫസ്റ്റത്തെ സ്പീഡ്. രണ്ടാമത്തേത് ഒന്നുകൂടെ നമ്മൾ താത്താന്നുണ്ടെങ്കിൽ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അതേ സ്പീഡിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് തന്നെ അടിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ പ്രാവശ്യം നമ്മളൊന്നും കൂടെ താത്താന്നുണ്ടെങ്കിൽ അതിന് സ്പീഡ് കൂടും. അതായത് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡ് കൂടിയിട്ടാണ് അത് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സാധനം ഉണ്ട്. അത് ചില വണ്ടിക്ക് മാത്രമേ ഉള്ളൂ, കുറച്ച് ലക്ഷറി വണ്ടിക്ക്. അത് കുറച്ച് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുറകു വശത്ത് ഇതുപോലെ തന്നെ വൈപ്പർ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ കാണാൻ പറ്റാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, അതായത് വെള്ളമൊക്കെ നനഞ്ഞിട്ട് കുറച്ച് കോൾഡായിട്ട് അങ്ങനെ കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും വൈപ്പർ ഇടാനുള്ള ചാൻസും അതിലുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് അയക്കണം. അതുപോലെ തന്നെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതാണ്. പിന്നെ ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ ബ്രേക്കാണ്. എന്താണ് ബ്രേക്ക്? അതായത് വാഹനം നിർത്താൻ വേണ്ടിയിട്ട്, വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ബ്രേക്ക്. അപ്പോൾ ഈ ബ്രേക്ക് എവിടെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കണം. നമ്മൾ സഡൻ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ പാടില്ല. അതായത് പുറകിലെ വണ്ടി, നമ്മൾ ഈ സെൻട്രൽ മിറർ ഉണ്ടല്ലോ, ഈ സെൻട്രൽ മിറർ കൂടെ നമ്മൾ പുറകിൽ വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനും, ബ്രേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ശരിക്കും ശരിയായ രീതി. പല ആൾക്കാരും പല രീതിയിൽ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഇവിടെ വരുന്നത് നമ്മളെ കാലിൻ്റെ അടുത്ത്, അതായത് 3 എണ്ണം ഉണ്ടാവും. മാനുവൽ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ 3 എന്തുണ്ടാവും, ഗൈഡ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫസ്റ്റത്തത് നമ്മൾ സ്പീഡ് കൂട്ടുന്നതാണ് വണ്ടി, അതായത് ആക്സിലേറ്റർ, വണ്ടിന്റെ സ്പീഡ് കൂട്ടുന്നതും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതൊക്കെയാണ് അത്. പിന്നെ രണ്ടാമത്തത്, അതായത് സെൻട്രലാണ് വരുന്നത് ബ്രേക്ക് വരുന്നത്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് ലെഫ്റ്റിൽ വരുന്നതാണ് എന്ത്, ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗിയറുള്ള വണ്ടി, മാനുവൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഗിയർ ഇടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നമ്മൾ ആ ഗിയർ ഇടാൻ വേണ്ടിയിട്ട്. അത് 1 2 2 3 3 4 4 5 അതേ ഇതിൽ തന്നെ നമ്മൾ 5 4 നമ്മൾ ഡൗൺ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ക്ലച്ച് സപ്പോർട്ട് വേണം. എപ്പോഴൊക്കെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ക്ലച്ച് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാൻ നേരത്തെ നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ഫസ്റ്റിലേക്ക് ഗിയർ ഇടാം. ഫസ്റ്റിലേക്ക് ഗിയർ എങ്ങനെ ഇടാന്നുള്ളത് അത് ഞാൻ ഇതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റിലേക്ക് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് പതുക്കെ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുക, എന്നിട്ട് ക്ലച്ച് പതുക്കെ വിടുക. അതായത് സെൻട്രൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, എന്നിട്ട് ആക്സിലേറ്റർ സ്പീഡ് കൂട്ടുന്ന അവിടെ പതുക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ കൊടുക്കുക. അതിന്റെ വണ്ടി ഇങ്ങനെ മൂവ് ആവാന്നുണ്ടെങ്കിൽ അപ്പോൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലച്ച് ഒഴിവാക്കുക. അപ്പോൾ തന്നെ അത് കുറച്ച് മൂവ് ആകുമ്പോൾ കുറച്ച് ശബ്ദം ഉണ്ടാക്കും, അത് ഇറങ്ങുന്ന ശബ്ദം ഉണ്ടാക്കും. അതായത് അടുത്ത ഗിയർ ഇടാൻ വേണ്ടിയിട്ട് അതേ പൊസിഷനിൽ അടുത്ത ഗിയറും ഇടാം. മൂന്നാമത്തെ ഗിയറും അതേ പൊസിഷനിൽ തന്നെ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം ഇടാം. ഇത് ഡൗൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാം. ഇത് സ്മൂത്ത് ആയിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലച്ച് നല്ല രീതിയിൽ കിട്ടും. പിന്നെ ക്ലച്ചിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക, അതായത് ഒരു 50 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അമ്പ് കണ്ടു, അല്ലെങ്കിൽ ഒരു വാഹനം പെട്ടെന്ന് നിർത്തി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ചവിട്ടണം. ചില ആൾക്കാർ ക്ലച്ച് ചവിട്ടും, ഒരിക്കലും ക്ലച്ച് ചവിട്ടരുത്. കാരണം നമുക്ക് ബ്രേക്ക് ക്ലച്ചും ശരിക്കും ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇവർ നിൽക്കുക. എന്നാല് ലിങ്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും നമുക്ക് ബ്രേക്കിന്റെ പവർ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഇതാണിതാ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സ്പീഡിൽ ഒരു 50 സ്പീഡിൽ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടാന്നുണ്ടെങ്കിൽ നേരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ലോക്കാവും. നേരെ മറിച്ച് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ക്ലച്ചാണ് നമ്മൾ ചവിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത് ചവിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക, പെട്ടെന്ന് സപ്പോർട്ട് കിട്ടൂല. ആ സമയമാകുമ്പോഴത്തേന് വണ്ടി ഇടിക്കാനോ അല്ലെങ്കിൽ അമ്പ് ചാടിങ്ങാണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ആ സമയത്ത് അങ്ങനെ ചവിട്ടാം. പിന്നെ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ഫസ്റ്റത്തെ ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടണം. അപ്പോൾ ക്ലച്ച് ചവിട്ടേണ്ട സാഹചര്യത്തിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ക്ലച്ച് ഫസ്റ്റ് ചവിട്ടാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഫസ്റ്റ് ചവിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 ഗിയറിലൊക്കെ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞല്ലോ 50 സ്പീഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മുകളിൽ കാല് വെക്കേണ്ടത് നമ്മൾ ബ്രേക്ക് തന്നെയാണ്, ക്ലച്ച് വെക്കരുത് നമുക്ക്. അപ്പം ബ്രേക്കിൻ്റെ ആ സപ്പോർട്ട് ശരിക്കുള്ള ജോലി ഉണ്ടല്ലോ ബ്രേക്ക് അത് ചെയ്യൂല. അത്
അപ്പോൾ അതിനെക്കൊണ്ട് പിന്നെ ഫസ്റ്റ് ഗിയറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിലും സെക്കൻഡ് ഗിയറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിനെ പറ്റും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ സെൻട്രൽ മിററിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് നമുക്കൊരു പാർട്ട് 1 ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്ത ക്ലാസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ അകത്തുള്ള വണ്ടിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നമുക്ക് പഠിക്കാം. എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് വാഹനം എങ്ങനെ ഓടിച്ച് പോകാമെന്നുള്ളത് ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് അയക്കണം. ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി അയക്കുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് പഠിക്കണം നമുക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.